ഹായ്. അപ്പൊ നമ്മളിന്ന് ജിയോന്റെ ഒരു ഫൈബർ മോഡാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വീട്ടിൽ നിന്ന് പുതിയ വൈഫൈ കണക്ഷന് വേണ്ടിയിട്ട് ജിയോന്റെ 10 Mbps ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ജിയോയില്. അതിൽ ഞാനിപ്പോൾ ചൂസ് ചെയ്ത ഒരു മോഡൽസ് ആണ് അതിൽ അവർ ഓഫർ ചെയ്യണത് OTT ചാനല് 13 OTT ചാനൽസും അതുപോലെ നമ്മളെ ഏഷ്യാനെറ്റ്, സൂര്യ TV അങ്ങനത്തെ ഒരുപാട് ചാനൽസും ഇതിൽ കിട്ടും എന്നാണ് പറയുന്നത്. ഇത് അവർ TV നെറ്റ് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് സെറ്റപ്പ് ആക്കി തരും, സെറ്റ് ഓഫ് ബോക്സ്. അതുപോലെ ഇത് വൈഫൈനുള്ള വൈഫൈ മോഡാണ് ഈ കാണുന്നത്. ഇത് TVക്കുള്ള റിസീവറാണ്. നമുക്ക് ഈ TVന്റെ റിസീവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് TVന്റെ സെറ്റ് ഓഫ് ബോക്സ് വരുന്നത്. ഇതിൽ കണക്ഷൻ വരുന്നത് ഒരു HDMI നെറ്റ്വർക്ക്, 2 USB-യും പിന്നെ ഇതിന്റെ പവറുമാണ്. ജിയോ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ബോക്സ്. ഇത് നമ്മൾ TVയിൽ അവർ കണക്ട് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് അതുപോലെ തന്നെ ചാനൽസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ വരുന്നത് ഒരു നെറ്റ്വർക്ക് കേബിള്, ഇതിന്റെ ഒരു റിമോട്ട് വരുന്നുണ്ട്. ഇതാണ് റിമോട്ട് സെറ്റ് ഓഫ് ബോക്സിന്റെ. ഇതിന്റെ ക്വിക്ക് ഗേൾസ് ആണ്. പിന്നെ ഒരു HDMI കേബിൾ വരുന്നുണ്ട് കൂടെ. പിന്നെ ഒരു നെറ്റ്വർക്ക് കേബിളും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നുള്ളത് ഇതിന്റെ പവർ അഡാപ്റ്ററാണ്, ബാക്കിയൊന്നുമില്ല. ഈ പറ്റില് ഇതാണ് ജിയോന്റെ സെറ്റ് ഓഫ് ബോക്സ്. ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള 2858 ഇന്ത്യൻ രൂപി, അതായത് 10 Mbps സ്പീഡിൽ നമുക്ക് ഈ വൈഫൈ മറ്റേ സെറ്റ് ഓഫ് ബോക്സും TVക്ക് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇത് വൈഫൈ റൗട്ടറും ഇതിൽ നമുക്ക് TVയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ജിയോന്റെ ടീംസ് വന്നിട്ട് സെറ്റപ്പ് ആക്കി ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഇതിൽ വരുന്നത് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നമുക്ക് TVയിൽ അവർ ആൻഡ്രോയിഡ് സെറ്റപ്പിൽ റെഡി ആക്കി തരുന്നതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് ആ മോഡം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. ഇതാണ് നമ്മളെ വൈഫൈ മോഡം. ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടുമാണ് വരുന്നത്. പിന്നെ 2 USB സ്ലോട്ടും വിത്ത് പവർ. അതാണ് മോഡത്തുമ്മ വരുന്നത്. നമ്മളെ ജിയോന്റെ ഫൈബർ മോഡം അതുപോലെ ഒരു റിസീവറും. ഇത് രണ്ടും കൂടി നമുക്ക് ചാർജ് ആയിട്ടുള്ളത് 2548 റുപ്യ ഇന്ത്യൻ രൂപി. ഒരു 5 മാസത്തെ ചാർജാണ് ഈ ഓഫർ വരുന്നത്, പാക്കേജ് ഉള്ളത്. അതാണ് ഇപ്പം ഞാനിവർ കോൾ ചെയ്തിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സെറ്റ് ഓഫ് ബോക്സും വൈഫൈൻ്റെ ഫൈബർ റൗട്ടറും. ഇതിൻ്റെ കൂടെ നമുക്ക് കേബിൾസ്, ഒരു ഫൈബർ കേബിളും അതുപോലെ നെറ്റ്വർക്ക് കേബിളും കാർട്ടുകൾ വരുന്നുണ്ട്. പിന്നുള്ളത് പവർ അഡാപ്റ്ററാണ്. ഇനി നമുക്ക് ഇവർ ഫിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പം ഞാൻ ഈ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്, 2848 രൂപയാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. 5 മാസത്തെ പാക്കേജാണിത്. അവർ പറഞ്ഞത് 470 രൂപയാണ് ഒരു മാസത്തെ ചാർജ് വരുന്നത്, ഒരു മാസത്തിന്. അത് കണക്ക് പ്രകാരം അവർ ഇൻസ്റ്റാൾ ചെയ്യണതിന് 500 രൂപയും. അങ്ങനെയാണ് ടോട്ടൽ 2848 രൂപ 5 മാസത്തിന് പറഞ്ഞിട്ടുള്ളത്. ഈ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് 5 മാസം ആണ്. നമ്മൾ മോഡം ഫിക്സ് ചെയ്യാൻ വന്ന ആള്, അവരുടെ പേര് അഷ്റഫ് എന്നാണ്. അപ്പോൾ അതാ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈഫൈ മോഡം. അതാ ഇത് മൂപ്പര അസിസ്റ്റന്റ്, എന്താണ് പേര്, അശ്വിൻ അല്ലേ? അശ്വിൻ. TV കണക്ട് ചെയ്തോ? ഇല്ലോ. ഫസ്റ്റ് വൈഫൈ മോഡം വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് TVക്കുള്ള കണക്ഷൻ. ഇതിന് മുന്നേ നമ്മൾ ഒരു അങ്ങനെ പുറത്തു കൂടെയല്ലേ ഇപ്പൊ കേബിൾ വലിച്ച്, ഫൈബർ കേബിൾ അല്ലേ? അപ്പൊ ഇവര് ഇത് വെക്കണതിന് മുന്നേ ഫൈബർ കേബിൾ പുറത്തുനിന്ന് വലിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഈ കണക്ഷൻ കൊടുക്കുന്നത്. അതാണ് കൊടുക്കുന്ന വൈഫൈ റൗട്ടർ. അത് കഴിഞ്ഞിട്ട് നേരെ TVയിൽ സെറ്റ് ബോക്സ് കണക്ട് ചെയ്യും. എന്നിട്ട് ഇവര് TVയിലെ ചാനലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി തരാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ പാക്കേജിൽ ബാക്കിൽ പ്ലഗ് ചെയ്തിട്ട്, ഇതിന്റെ ബാക്കിൽ നമ്മൾ ഇൻപുട്ട് പ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജിയോന്റെ വൈഫൈന്റെ സെറ്റപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ TVയിലൊക്കെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. മോഡ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇൻസ്റ്റാൾ ചെയ്ത് എന്തൊക്കെയാണ് അതിനുള്ളിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ജിയോ TVന്റെ കൂടെ വന്നിട്ടുള്ള സെറ്റ് ഓഫ് ബോക്സിന്റെ കൂടെ വന്നിട്ടുള്ള റിമോട്ട്. ആ റിമോട്ടുമ്മിൽ നമുക്ക് യൂട്യൂബ് എടുക്കാൻ, അതേപോലെ പിന്നെ ഹോട്ട്സ്റ്റാറിന്, നെറ്റ്ഫ്ലിക്സിനൊക്കെ സെപ്പറേറ്റ് ബട്ടൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോയിസ്, അതായത് പറഞ്ഞുകൊണ്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മഞ്ഞ റെക്കോർഡിങ്ങിന്റെ ബട്ടൺ നോക്കി പ്രസ് ചെയ്തുകൊണ്ട്
അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു ഇപ്പോൾ മനോരമ ന്യൂസ് ആണ്, മലയാളം ചാനൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. നെറ്റ്ഫ്ലിക്സ് അതുപോലെ ഇതിൽ ചാർജർ അല്ല, അത് സെപ്പറേറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതിൽ യൂട്യൂബും ഹോട്ട്സ്റ്റാറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോ ഹോം ആണ്. അതുപോലെ ജിയോ ടിവിയിലാണ് ചാനൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിയോ ടി വി ഓപ്പൺ ആയിട്ട് വരും. ജിയോ ടി വി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഡിജിറ്റൽ ടി വി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞ ചാനൽസ് ഇവിടെ ഈ ലൈനിലായിട്ട് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ടി വി ഗൈഡ്സിൽ പോയി കഴിഞ്ഞാൽ പുതിയ ചാനൽസ് ഏതാ വേണ്ടി, ലാംഗ്വേജ് ഏതാ വേണ്ടി എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക്, തമിഴ്, മൂവീസ്, എന്റർടൈൻമെന്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. മലയാളം ചാനൽസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് ഇതിന്റെ കൂടെ നമുക്ക് കിട്ടും. ഇതാണ് സൂര്യ ടി വി, മനോരമ ന്യൂസ്, അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസ്. ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൈരളി ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി, മലയാളി മനോരമ, ഫ്ലവേഴ്സ് ടി വി, അങ്ങനെ ഒരുപാട് മലയാളം ചാനൽസ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതർ ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക്, അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ മേലെ പോയിട്ട് മുകൾ ഭാഗത്ത് പോയിട്ട് ഇവിടെ മലയാളം എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ ജിയോ സിനിമ വരുന്നുണ്ട്. സിനിമയിൽ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ജിയോന്റെ സിനിമ, നമ്മളെ മലയാളം മൂവീസ്, അങ്ങനത്തെ ഇതിൽ സെലക്ട് ചെയ്യുക. നമ്മളെ പ്രൊഫൈലാണ് ഈ കാണുന്നത്. ഈ പ്രൊഫൈൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഹോം പേജ് വരും. അതിൽ നമുക്ക് വേണ്ട ഒരുപാട് സിനിമകളാണെങ്കിൽ സിനിമകൾ നമുക്ക് സെർച്ചിങ് ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമകൾ, ഹിന്ദി സിനിമകളും മലയാള സിനിമകളൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് യൂട്യൂബാണ്. യൂട്യൂബ് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബിനുള്ള ഇതാണ് ഇപ്പോൾ ഇതിലുള്ള ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടി വി ആൻഡ്രോയിഡ് അല്ല, ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് വെച്ചിട്ടാണ് ടി വി ആൻഡ്രോയിഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സോഫ്റ്റ്വെയർസ് കംപ്ലീറ്റ് ഇതിൽ അവൈലബിൾ ആണ്. ജി ടി വി നമുക്ക് ഇതിൽ ഇൻക്ലൂഡിങ് ഇവർ തരുന്ന പാക്കേജിലുണ്ട്. അതുപോലെ ഹോട്ട്സ്റ്റാറിന്റെ പാക്കേജും നമുക്ക് അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സും പ്രൈം ടൈമും ഒന്നും നമ്മൾ എക്സ്ട്രാ പാക്കേജിൽ ആഡ് ചെയ്യണം, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ആഡ് ആയിട്ടുള്ളത് നമുക്ക് Z5 ഉണ്ട്, അതേപോലെ യൂട്യൂബ് നമുക്ക് കിട്ടും, ഹോട്ട്സ്റ്റാർ കിട്ടും, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. പിന്നെ യൂട്യൂബ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. യൂട്യൂബ് വന്നിട്ടുണ്ട്. നമുക്ക് സെർച്ചിങ് ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബിൽ നമുക്ക് എല്ലാ ഓപ്ഷനും ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഇത് യൂട്യൂബാണ്. അടുത്തത് നമുക്ക് എന്തെങ്കിലും യൂട്യൂബിലായാലും ചാനലാണെന്നുണ്ടെങ്കിൽ ജിയോ ചാനലിലാണെന്നുണ്ടെങ്കിൽ ജിയോ ചാനലിൽ നമുക്ക് ജിയോ ടി വി എടുത്തു കഴിഞ്ഞാൽ ഇതിലാണ് ചാനൽസ് കംപ്ലീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഈ കാണുന്നത്. മൈക്ക് റെക്കോർഡും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ചാനലാണ് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ വരുന്നതാണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. മാതൃഭൂമി ന്യൂസ്, ഞാൻ മാതൃഭൂമി ന്യൂസ് ആണ് പറഞ്ഞത്, അത് അതേപോലെ വന്നിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. എന്തായാലും നല്ല അടിപൊളി പാക്കേജാണ്, അടിപൊളി ഓപ്ഷൻസും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതിൽ 10 Mbps സ്പീഡാണ് കമ്പനി തന്നിട്ടുള്ളത് ഇതിന്റെ പാക്കേജിന്റെ കൂടെ 5 മാസത്തിന്. ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് ഇനി ആ 10 Mbps സ്പീഡ് പോരാ, കൂടുതൽ ഡൗൺലോഡിങ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കമ്പനി പർപ്പസ് ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ട് ജിയോന്റെ ആപ്ലിക്കേഷനിൽ. ആ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എത്ര Mbps വേണ്ടി എന്ന് ആഡ് ചെയ്യാനും 30 MB 100 Mbpsന് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. അത് പെർ ഡേ. ഒരു ദിവസത്തിന് നമുക്ക് 100 Mbps സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ 30 രൂപ അവർ ചാർജ് ചെയ്യും. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. നമുക്ക് അതിന്റെ ജിയോന്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കും വേറൊരു ഓപ്ഷനും കൂടി ഇതിൽ കോളിംഗ് ഉണ്ട്. കോളിംഗ് ഒരുവിധം ഉണ്ടാവും, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളെ മോഡത്തുമ്മിൽ ഒരു ലാൻഡ് പോർട്ട്, അതായത് ടെലിഫോൺ കേബിളിന്റെ കണക്ടർ ഉണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും. അത് നമ്മളൊരു ടെലിഫോൺ കേബിൾ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആക്സസ് ആവും. അതുപോലെ കോളിംഗ് ഓപ്ഷൻ നമ്പർ
അതിന്റെ നമ്പർ നമ്മളെ സോഫ്റ്റ്വെയറിൽ അവർ തന്നിട്ടുണ്ടാവും. സോഫ്റ്റ്വെയറിൽ നമുക്ക് അറിയാൻ പറ്റും. ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയാൽ അതിന്റെ മുകൾ ഭാഗത്തുണ്ടാവും ഈ ടെലിഫോണിന്റെ നമ്പർ. അത് നമുക്ക് ഇവിടുന്ന് കോൾ ചെയ്യാനും എവിടുന്ന് കോൾ ചെയ്യാനും വീട്ടിലൊരു ലാൻഡ് ഫോണിനും ഇത് ഉപകാരപ്പെടും. എന്തായാലും അടിപൊളി പാക്കേജാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ നല്ല സെലക്ട് ചെയ്ത് ഞാൻ ഒരുപാട് ഓഫേഴ്സ് നോക്കിയിട്ടാണ് ജിയോന്റെ ഈ ഓഫർ സെലക്ട് ചെയ്തത്. എനിക്ക് നല്ലൊരു ഓഫറായിട്ടാണ് തോന്നിയത്. നമ്മൾ ഒരുപാട് ചാനൽസും കാര്യങ്ങളും നമ്മൾ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. പിന്നെ നമുക്ക് വൈഫൈക്കാണെങ്കിൽ വൈഫൈ ഉണ്ട്. 3000 സംതിങ് എത്രയോ ആണ് GB അവർ പറഞ്ഞത്, അവർ സപ്പോർട്ടഡ് ആയിട്ട്. എന്തായാലും അടിപൊളി പാക്കേജാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണേ. എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ വെച്ച വൈഫൈ ആണ്. ആ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയിക്കുകയാണ്. ഇത് കണ്ടവരുണ്ടാവും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വൈഫൈക്ക്. ജിയോന്റെ തന്നെ ഒരുപാട് ഓഫേഴ്സുകൾ ഒരുപാട് ആൾക്കാരെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതുപോലെ ഒന്ന് ചൂസ് ചെയ്ത് നോക്കിയത് ഞാനൊരു വീഡിയോ ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, ഡൺ.